ഹലോ ഗായ്സ്, മാക്സ് വ്ലോഗ് ഏരിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഗമണ്ണ് പോവാണ്. അപ്പോൾ വാഗമണ്ണിലെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വാഗമണ്ണ് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കയറ്റം കയറി പകുതിയായി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വ്ലോഗും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും വ്ലോഗ് എടുത്തില്ല. അപ്പോൾ നമ്മളിതേ വാഗമണ്ണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ് എത്താറാകുന്നു. അപ്പോൾ നമ്മളിത് ഹരിതാപവും പച്ചപ്പും നിറഞ്ഞ വഴിയിൽ കൂടെ നമ്മളിത് എല്ലാ പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നമ്മളിത് യാത്ര തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നേരെ നിങ്ങൾ ഫ്രണ്ട് നോക്കുമ്പോൾ തന്നെ കാണാം, നല്ല രീതിയിൽ മലനിരകളും കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ തന്നെ തൂവെള്ള പഞ്ഞി അടുക്കി വെച്ചിരിക്കുന്ന പോലുള്ള, അതായത് പഞ്ഞിക്കെട്ടുകൾ പോലുള്ള മേഘങ്ങളും, അതുപോലെ തന്നെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും അരുവികളും എല്ലാം നമുക്ക് വാഗമണ്ണിൽ കാണാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങളിന്ന് പോയപ്പോഴത്തേക്കും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ നമുക്കത് ആസ്വദിക്കാൻ പറ്റി. ഇതാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. ഈ വ്യൂ പോയിൻ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വാഗമണ്ണിൻ്റെ സൈഡിലുള്ള മലകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാൻ പറ്റും. ഇതാണ് വാഗമൺ പോകുമ്പോൾ ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഒരു 5 മിനിറ്റ് നിന്നു. നമ്മളിവിടെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ പകർത്തിയതിന് ശേഷം നമ്മൾ കുറേ മലനിരകളുടെ, അതുപോലെ തന്നെ ആകാശം ശ്രദ്ധിച്ച് നോക്കൂ. നിങ്ങൾ ആകാശം ശ്രദ്ധിച്ച് നോക്കൂ ഗായ്സ്. കാരണം നല്ല പതുപതാന്നുള്ള വെള്ള പഞ്ഞികൾ അടുക്കി വെച്ചിരിക്കുന്ന പോലുള്ള രീതിയിലുള്ള ആകാശങ്ങൾ. അങ്ങേയറ്റത്ത് നേരെ കാണാം, നമുക്ക് ഇല്ലിക്കക്കല്ല് കാണാൻ പറ്റും. ഇല്ലിക്കക്കല്ലിൻ്റെ ടോപ്പ് സൈഡ് കാണാൻ പറ്റും. ഞാനിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നതാണ് ഇല്ലിക്കക്കല്ലെന്ന് പറയുന്ന സ്ഥലം. അതാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഇല്ലിക്കക്കല്ല്. അതായത് നമ്മൾ ഫസ്റ്റ് വ്യൂ പോയിന്റിൽ നിന്നാൽ കിട്ടുന്ന വ്യൂ ആണ് നമുക്ക് ഇല്ലിക്കൽ കല്ലിൻ്റെ ടോപ്പ് വ്യൂ കിട്ടും. പക്ഷേ ആ വ്യൂ പോയിൻ്റ് ആർക്കും അങ്ങനെ അധികം അറിയത്തില്ല, സ്ഥിരം പോകുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഓവറോൾ ഒന്ന് കാണിച്ചു തരാം. ഇതാണ്, അതായത് ആദ്യത്തെ കയറ്റം കയറി വന്നു കഴിയുമ്പോൾ ആദ്യത്തെ വളവിൻ്റെ അവിടെയാണ് നമ്മുടെ വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അത് കയറി വരുമ്പോഴേ നമുക്ക് കാണുന്നത് ആ മരം, അതാണ് ആദ്യത്തെ വ്യൂ പോയിൻ്റ്. ആ മരം കഴിഞ്ഞ് ഇങ്ങനെ കയറി വരുവാണ്. അത് ഇനിയുള്ളതൊക്കെ സ്റ്റീപ്പായിട്ടുള്ള വളവും കാര്യങ്ങളും ഇറക്കവും കയറ്റവും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചങ്ങ് പോവുകയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള അഡ്വഞ്ചറായിട്ടുള്ള ട്രിപ്പ് തന്നെയാണ് വാഗമൺ ട്രിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ അഡ്വഞ്ചറായിട്ടുള്ള എന്തെങ്കിലും ട്രിപ്പോ കാര്യങ്ങളോ ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട, നേരെ വാഗമൺ വിട്ടോളൂ. നിങ്ങൾക്ക് 100% ഞാൻ ഗ്യാരണ്ടി, നിങ്ങൾക്ക് അത് പോയതിൻ്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളത് കറക്റ്റായിട്ട് നിങ്ങൾക്കത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിരിക്കും. കാരണം അതുപോലെ കാര്യങ്ങൾ നമുക്കവിടെ എക്സ്പ്ലോർ ചെയ്യാൻ വാഗമണ്ണിലുണ്ട്. വാഗമണ്ണിനെ സംബന്ധിച്ചിടത്തോളം മൊത്തം അവിടെ കാഴ്ചകളുടെ ഒരു വലിയ രീതിയിൽ നല്ല നിറച്ച് കാഴ്ചകളുടെ ഒരു വലിയ വസന്തമാണ് ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ പ്രകൃതിപരമായിട്ടുള്ള കാഴ്ചകൾ, അതുപോലെ തന്നെ മലനിരകൾ, കൊച്ചരുവികൾ, കോടമഞ്ഞ്, ആകാശം, അങ്ങനെ പല കാഴ്ചകൾ നമുക്ക് വാഗമണ്ണിൽ കാണാൻ പറ്റും. അങ്ങനെ കുറേ കാഴ്ചകൾ കണ്ട് അങ്ങനെ ഞങ്ങൾ അടുത്ത വ്യൂ പോയിൻ്റ് ഏകദേശം എത്താറായിട്ടുണ്ട്. കാരണം ഇത് വരുമ്പോൾ സൂക്ഷിച്ച് വരിക, അധികം സ്പീഡിലോ കാര്യങ്ങളിലോ ഒന്നും കയറി വരാതിരിക്കുക. കാരണം നല്ല രീതിയിലുള്ള സ്റ്റീപ്പായിട്ടുള്ള വളവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചും കാര്യങ്ങളൊക്കെ കണ്ടുമൊക്കെ കയറി വരിക. ഇതാണ് വാഗമണ്ണിൻ്റെ വേറൊരു സൈഡിലെ വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ വന്നപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇവിടെയാണ് നമ്മൾ ആ റീൽസിലൊക്കെ കാണുന്ന നമ്മുടെ കരിമ്പുലി ചാടി നിൽക്കുന്ന ഒരു സ്റ്റാച്ചു ഉള്ളൊരു വ്യൂ പോയിൻ്റാണിത്. അപ്പം ഇവിടെ ഇതാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു ഓവറോൾ വ്യൂന്നും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അതൊരു കയറ്റമാണ്. കയറ്റത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ വളവാണ്. ആ വളവിന് ഫേസ് ചെയ്താണ് നമ്മുടെ ഈ കരിമ്പുലി ചാടി വരുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു ഇരിക്കുന്നത്. അതായത് നല്ല രീതിയിലുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ നമ്മൾ മൊത്തം, അതായത് ആ സമയത്ത് ഞങ്ങൾ പോയ സീസണിൻ്റെ ആണ് പാറയിലൊക്കെ നനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏഷ്യയുടെ തന്നെ ഒരു സ്കോട്ട്ലാൻഡ് എന്ന് വാഗമണ്ണിനെ വിശേഷിപ്പിക്കാനുള്ള കാര്യങ്ങൾ സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ കേരളത്തിനെ വെച്ച് നോക്കി, കേരളത്തിലെ ഏത് ജില്ലയെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇന്ന് കാണുന്ന കാലാവസ്ഥയല്ല നാളെ അവിടെ. അതായത് നമ്മുടെ ഈ കോട്ടയം ജില്ലയിൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയാണ് കാലാവസ്ഥയ്ക്ക് വ്യത്യാസമുള്ളത്. കാരണം എപ്പം നോക്കിയാലും കോടയും മഞ്ഞും, കാരണം അത് മലമ്പ്രദേശമാണ്, മരങ്ങളുണ്ട്, അങ്ങനെ കുറേ പ്ലസ് പോയിൻറ്റ്സ് അവിടെ ഉണ്ട്. നമുക്ക് പോയി കാണാനും കാര്യങ്ങളും ഒക്കെ പറ്റും. എപ്പോഴും നല്ല കാറ്റ്, ഇതല്ല അങ്ങ് ദൂരെ വരെ നമുക്ക് മലകൾ കാണാം. അതുപോലെ തന്നെ നല്ല പഞ്ഞിക്കെട്ട് പോലുള്ള ആകാശങ്ങളെ കാണാം. ആകാശങ്ങളെ തൊട്ട് നിൽക്കുന്ന മലകളെ കാണാം. മലകളിൽ തൊട്ട് നിൽക്കുന്ന പഞ്ഞിക്കെട്ട് പോലുള്ള ആകാശങ്ങളെ, അതുപോലെ തന്നെ മേഘങ്ങളെ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ചെറിയൊരു നമ്മളാ കരിമ്പുലിയുടെ സ്റ്റാച്ചു ഇരിക്കുന്നിടത്തുനിന്ന് താഴോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നമുക്കൊരു വ്യൂ പോയിൻ്റ് കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതെല്ലാം നോക്കി വെച്ചോളൂ. നിങ്ങളിനി പോകുമ്പോൾ ഇതിലെ പോകുന്നതിനൊന്നും റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളതിലെ പോയതാണ്. പിന്നെ മഴയുള്ളപ്പോൾ പോയി കഴിഞ്ഞാൽ വഴി കോൺക്രീറ്റ് ആണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ പോവുക, തെന്നി വീഴാതിരിക്കുക. കാരണം ആൾക്കാരെ പെട്ടെന്ന് അങ്ങോട്ട്
ആരും അങ്ങനെ ഇറങ്ങി വരുന്നൊരു സ്ഥലമല്ല. പിന്നെ തൊട്ട് താഴെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് കുറേ താഴെയാണ്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ആ കാഴ്ചയുടെ ഇത് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഞാൻ പറഞ്ഞ പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങൾ ആ മലകളെ തഴുകി നിൽക്കുന്ന ആ ഒരു സെറ്റപ്പ്. ആ മലയിൽ അതിൻ്റെ ആ നിഴൽ, അതായത് ആകാശത്തിൻ്റെ നിഴൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാകും. കറുത്ത പാടുപോലെ ഇങ്ങനെ കിടക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് കരിമ്പച്ച കളറും ഒരു സ്ഥലത്ത് ലൈറ്റ് പച്ച കളറിലും ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഒരു സുന്ദരിയായിട്ട് നിൽക്കുന്ന വാഗമണ്ണിനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഹോട്ടൽസും അതുപോലെ തന്നെ അവരുടെ കുറച്ച് കാര്യങ്ങളും അവരുടെ അഡ്വഞ്ചേഴ്സ് ട്രിപ്പിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ച. അതായത് ഇതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗർത്തമാണ്. ആ ഗർത്തത്തിൻ്റെ തൊട്ട് മേളിലൊരു കൈവേടി ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് അവിടുത്തെ മൊത്തത്തിലൊരു ഓവറോൾ സെറ്റപ്പ്. മൊത്തം ഇങ്ങനെ കിടക്കുന്ന ഒരു ചെറിയൊരു സിമൻ്റ് ഇട്ട വഴി, അത് അങ്ങോട്ടാണ് ഇറങ്ങി വന്നത്. ഇതാണ് താഴെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ആഴം. നമ്മളങ്ങനെ തിരിച്ച് നമ്മുടെ വ്യൂ പോയിന്റിലെത്തിയിരിക്കുന്നു. വ്യൂ പോയിന്റിൽ നിന്ന് നമ്മൾ അടുത്ത സ്ഥലത്തെ ലക്ഷ്യമാക്കിയുള്ള യാത്ര തിരിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് ആ വ്യൂ പോയിന്റ്. അപ്പോൾ ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ കൊണ്ട് വണ്ടി നിർത്തി കണ്ടിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ വ്യൂ പോയിന്റ്. ഈ വ്യൂ പോയിൻ്റാണ് കൂടുതൽ ആൾക്കാർ ആ ഫസ്റ്റ് വ്യൂ പോയിൻ്റായിട്ട് വരുന്നത്. പക്ഷേ അല്ല, ആദ്യം കയറി വന്ന് ഞങ്ങൾ വണ്ടി നിർത്തിയിടത്തെയാണ് ആദ്യത്തെ വ്യൂ പോയിന്റ്. ഇത് രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ്. പിന്നെ കൂടുതലും കയറ്റപ്പുറത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളത് ആസ്പദമാക്കിയായിരിക്കും ഇത് ഫസ്റ്റ് വ്യൂ പോയിൻ്റായി മാറിയത്. ഇവിടെ ഈ പണിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടുന്ന് വളഞ്ഞിങ്ങനെ കയറുകയാണ്. കയറുമ്പോഴത്തേക്കുമുള്ള കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി കാഴ്ചകളാണ്. ഒരു രക്ഷയില്ല, അൺലിമിറ്റഡ് കാഴ്ചകളാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. മൊത്തം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ, കാരണം ഞാനിത് ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ ആയതുകൊണ്ട് അതിൻ്റേതായ പരിധി കാണും. പക്ഷേ എന്നെക്കൊണ്ട് പറ്റാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ഞാനത് എഡിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഇവിടുത്തെ ഭംഗിയും കാര്യങ്ങളുമൊക്കെ. അത്യാവശ്യം ഞങ്ങൾ പോയതിൻ്റെ അന്ന് വെയിലുണ്ടെങ്കിലും ഞങ്ങൾക്ക് ആ ചൂട് പോലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ല. കാരണം ഒരു തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ആകാശങ്ങൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കധികം ചൂടോ കാര്യങ്ങളോ ഒന്നും ഇങ്ങോട്ട് വരാത്തതും, പിന്നെ ഈ മരങ്ങളുടെ പച്ചപ്പും എല്ലാം കൂടെ ആകും. പിന്നെ ഈ മലമ്പ്രദേശം കൂടെ ആകുമ്പോഴത്തേക്ക് അവിടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും തണുപ്പായിരിക്കും. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്, പ്ലസ് പോയിൻ്റ് ഉണ്ട്. അപ്പം അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് വലിയ രീതിയിലുള്ള ചൂടോ കാര്യങ്ങളോ ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ അത്യാവശ്യം തിരക്ക് ഉള്ള ദിവസമായിരുന്നു ഞങ്ങൾ പോയത്. എപ്പോഴും വാഗമൺ പോകുമ്പോൾ സീസൺ ടൈമിൽ പോവുക. കാരണം സീസൺ ടൈമിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി കാഴ്ചകൾ, വെറൈറ്റി കാഴ്ചകൾ കാണാൻ പറ്റും. അൺസീസൺ ടൈമിൽ പോയാലും വാഗമണ്ണ് കാണാം, പക്ഷേ ചില പർട്ടിക്കുലർ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റാതെ മിസ്സായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് സീസൺ ടൈമിൽ മാക്സിമം പോകാൻ നോക്കുക. ജീവിതത്തിൽ ഒരിക്കലും ഇവിടെ പോയിരിക്കണം. കാരണം എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ ഇവിടെ പോയിരിക്കണം. പോയി കണ്ട് ആസ്വദിച്ച് എക്സ്പ്ലോർ ചെയ്യണം. അതുപോലുള്ള രീതിയിലുള്ള പ്രകൃതി ഭംഗിയാണ്. അതുപോലെ റോഡാണേലും പക്ക നമുക്കൊരു എന്നാ പറയണ്ടേ, അഡ്വഞ്ചറസ് ആയിട്ടുള്ള ത്രില്ല് വരുന്ന ഒരു സെറ്റപ്പിലാണ് റോഡും കാര്യങ്ങളും. അതുപോലെ തന്നെ നിങ്ങളൊരു ഓഫ് റോഡ് ഭ്രാന്തനാണ് ഉറപ്പായിട്ടും വാഗമണ്ണ് പോലെ നിങ്ങൾക്ക് പറ്റിയ സ്ഥലമാണ് വാഗമണ്ണ്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന ഒരാളാണോ, നിങ്ങൾക്കും വരാം. കാരണം ഇവിടെ അങ്ങനെ ഇന്ന ആളൊന്നൊന്നുമില്ല. എല്ലാവർക്കും വന്നാലും അവർക്ക് വയറ് നിറച്ച് ആസ്വദിച്ചിട്ട് പോകാനുള്ള കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ് നമ്മുടെ വാഗമണ്ണെന്ന് പറയുന്ന ഈ ഏരിയ. കാരണം കോട്ടയത്തിൻ്റെ തന്നെ ഒരു മെയിൻ ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ പ്ലേസ് ആയിട്ടാണ് വാഗമൺ വന്നിരിക്കുന്നത്. നമ്മൾ കോട്ടയത്തെ പല ടൂറിസ്റ്റ് പ്ലേസിൻ്റെയും വീഡിയോകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അടുത്ത ദിവസങ്ങളിലായിട്ട് ഞാനിങ്ങനെ നമുക്ക് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. കാരണം കുറച്ച് നാളായിട്ട് വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ റീൽസും കാര്യങ്ങളൊക്കെ ഇടുമായിരുന്നു വാഗമണ്ണിൻ്റെ. അപ്പോൾ എനിക്ക് കുറച്ച് ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോയ്ക്ക് പകരം നമ്മൾ ഷോർട്സ് വീഡിയോ ആണ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി തൊട്ട് എങ്ങനെ നോക്കിയാലും ആഴ്ചയിൽ ഒരു ഫുൾ വീഡിയോയും ബാക്കി ഷോർട്ട് വീഡിയോ ഇടാനാണ് നമ്മുടെ പ്ലാന്. അങ്ങനെ ആദ്യത്തെ ഒരു പടി എന്ന് പറയാനുള്ള രീതിയിലാണ് നമ്മൾ വാഗമണ്ണിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മൊത്തം ഇങ്ങനെ വളഞ്ഞുള്ള വഴികളാണ് മൊത്തം. ഇവിടെ പിന്നെ അഡ്വഞ്ചേഴ്സ് ആസ്വദിക്കുന്നവർക്ക് വന്നു കഴിഞ്ഞ് ഇവിടെ ജീപ്പ് സഫാരി ഉണ്ട്. ജീപ്പ് സഫാരി എടുത്തു കഴിഞ്ഞാൽ അത് വെർത്താണ്. കൊടുക്കുന്ന പൈസയ്ക്കുള്ള മുതലുണ്ട് ജീപ്പ് സഫാരി. കാരണം അതിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. ഞങ്ങൾ ജീപ്പിനാണ് പോയത്. നമ്മുടെ ഒരു കമ്പനിക്കാരൻ്റെ ജീപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ജീപ്പിനാണ് പോയത്. അപ്പം നമ്മുടെ പുറകെ 2 ജീപ്പ് വന്ന് കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ നമ്മളെ കൊണ്ട് പകർത്താൻ പറ്റുന്ന രീതിയിലൊക്കെ പകർത്തിട്ടുണ്ട്. പിന്നെ വഴിക്ക് വലിയ വീതിയും കാര്യങ്ങളൊന്നുമില്ല. വലിയ ഹൈവേ ആണെന്നുള്ള രീതിയിൽ വിട്ടുപടിച്ചൊന്നും പോകരുത്. കാരണം ഇഷ്ടം പോലെ പോക്കറ്റ് റോഡും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടടിച്ച് വരുന്നതുകൊണ്ട് അവിടെയുള്ള ഒരു ഉപജീവനമാർഗ്ഗം നടത്തുന്ന ഇതുപോലെ ചെറിയ വണ്ടികളിൽ പോയിട്ട് സാധനങ്ങൾ വിറ്റുമൊക്കെയാണ്. അപ്പം നിങ്ങൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. കാരണം ആര് വന്നാലും അവിടെ ഉള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ വരാൻ നോക്കുക. വന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകുന്നതിലൊന്നും ഒരു വിഷയമില്ല. പക്ഷേ അവിടെ ഉള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക. കാരണം അവരവിടെ കൊണ്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ട് നമ്മൾ ആരും ഉണ്ടാക്കരുത്.
അപ്പോൾ നമ്മളിങ്ങനെ കയറ്റം കയറി പതുക്കെ നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ആദ്യം പോകാൻ പോകുന്ന പൈൻ ഫോറസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഏതായാലും അത്രയും വീഡിയോ ലെങ്തി ആക്കുന്നില്ല. നമ്മൾ ഏകദേശം ഒരു 16 മിനിറ്റ് മാക്സിമം, ഒരു 16.5 മിനിറ്റ് അങ്ങനെ വീഡിയോ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഞാൻ പറഞ്ഞ ജീപ്പ് സഫാരി ഉള്ളത്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി ജീപ്പ് സഫാരിക്ക് പോകാവുന്നവർക്ക് ജീപ്പ് സഫാരിക്ക് പോകാം. അതൊരു പ്രത്യേക ഫീല് തന്നെയാണ് കേട്ടോ ജീപ്പിന് പോകാൻ. എൻ്റെ പൊന്നു മോനെ, അത് ആസ്വദിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. കാരണം ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ കേരളത്തിൻ്റെ ആദ്യത്തെ മഹീന്ദ്ര, അതായത് ഓഫ് റോഡ് സെഗ്മെൻറ്റിൽ ഇറക്കിയ വണ്ടി ജീപ്പ് തരംഗമായി. ഇപ്പോഴും ജീപ്പ് ഒരു കുഴപ്പമില്ലാതെ ചൂണക്കുട്ടികളായിട്ട് വാഗമണ്ണിൽ കിടന്ന് മെഴുകുന്നുണ്ട്. അതായത് അവനെ വെല്ലം വേറെ വണ്ടി ഇനി കണ്ടെത്തണം. അമ്മാതിരി ഫീലാണ് ജീപ്പിൽ പോകുന്നത്. അതായത് അത് നിങ്ങൾക്കതൊന്ന് കയറി ജീപ്പ് യാത്ര ചെയ്താൽ മാത്രമേ അറിയുള്ളൂ. ഇതുപോലെ പഴകും തോറും വീര്യം കൂടുന്നൊരു സാധനം വേറെ ഇല്ല. ഒരു വണ്ടിപ്രാന്ത് എന്ന നിലയ്ക്ക് ഞാൻ പറയാം, ജീപ്പെന്ന് പറയുന്ന ഒരു വികാരം തന്നെയാണ്. കാരണം എനിക്ക് ഓടിക്കാൻ കൂട്ടുകാരന് ജീപ്പുള്ളതുകൊണ്ട് നമ്മൾ ഓടിച്ചുകൊണ്ടാണ് ഞാനത് കറക്റ്റായിട്ട് പറയുന്നത്. കാരണം നമ്മുടെ പുറകെ വന്നിട്ടുണ്ട് 2 കൊമ്പന്മാർ. രണ്ടുപേരുടെ വരവും പോക്കും കണ്ടല്ലോ. ഇപ്പോൾ അവിടെ സെറ്റ് സാധനം വീലും കാര്യങ്ങളൊക്കെ കയറ്റി. കാരണം അത് അവിടെ അവനെ പറ്റുള്ളൂ. മലമ്പ്രദേശങ്ങളിൽ നമുക്കിപ്പോൾ ഏത് വണ്ടിയൊക്കെ ഇപ്പം ഇറങ്ങിയ സെഗ്മെൻറ്റിലെ വണ്ടിയെക്കാട്ടിലും കൂടുതലും ട്രസ്റ്റബിളായിട്ട് നമുക്ക്, അല്ലെങ്കിൽ അതിൻ്റെ കപ്പാസിറ്റിക്കൊത്ത്, അല്ലെങ്കിൽ അതിന് മേളിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു മുതലേ നമ്മുടെ കേരളത്തിൽ ഇന്നുള്ളൂ, അത് ജീപ്പാണ്. ഞാൻ പറഞ്ഞപ്പോൾ വണ്ടി ഫീൽഡിലേക്കായി. അതുപോലെ ആ കാര്യം അവിടെ കൊണ്ട് വിടും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വാഗമണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറ്റം കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ വഴി കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകത്തില്ല, പക്ഷേ അതൊരു ചെറിയ കയറ്റമാണ്. ഇപ്പോൾ കയറിയപ്പോൾ മനസ്സിലായത് ചെറിയൊരു കയറ്റമാണ്. പിന്നെ വഴി വലിയ ഗുണമില്ല, കുറച്ച് വഴി നല്ലതാണ്. ബാക്കി അങ്ങോട്ട് പോകുമ്പോൾ മൊത്തം പാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ട് തന്നെ നിങ്ങൾ വരാവുള്ളൂ. അധികം സ്പീഡോ കാര്യങ്ങളോ ഒന്നും വേണ്ട. നമുക്ക് പതുക്കെ പോയാലും ആസ്വദിക്കാം. നമ്മൾ കാണേണ്ട കാഴ്ചകൾ ഒരിടത്തും പോകാൻ പോകുന്നില്ല. നമ്മൾ മാക്സിമം നമ്മുടെ സേഫ്റ്റിയും ബാക്കിയുള്ളവരുടെ സേഫ്റ്റിയും നോക്കി വണ്ടി ഓടിക്കാൻ നോക്കുക. ബാക്കി കാര്യങ്ങളും നമുക്ക് പതുക്കെ ആണെങ്കിലും നമുക്ക് സമയമെടുത്ത് കാണാം. പക്ഷേ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ ആർക്കും ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും നോക്കുക. എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഞാൻ പറയുന്നതാണ്, നമ്മുടെ ഒരു നേരത്തെ അശ്രദ്ധ കൊണ്ട് ഒരിക്കലും ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാതിരിക്കാൻ നോക്കുക. അപ്പോൾ അതൊരു ഡിസ്ക്ലൈമറായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പം എല്ലാവരും അതൊന്ന് നോക്കി കണ്ടുമൊക്കെ വണ്ടി ഓടിക്കുക. എല്ലാവരും വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം വാഗമണ്ണിലെ കയറ്റം കയറി എത്താറായിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ടോപ്പിലെത്താറായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കയറി പോവുകയാണ്. അപ്പോൾ വഴിയൊക്കെ ഒരു രക്ഷയില്ല. എൻ്റെ പൊന്നു മോനെ, ഒരു രക്ഷയില്ല. പൊളി വഴി എന്ന് പറഞ്ഞാൽ പൊളി വഴി. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫിൽ ഒന്നേ കിട്ടുള്ളൂ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ നമ്മൾ തങ്ങളപാറയ്ക്ക് പോകുന്ന വഴിയുടെ അടുത്തെത്തിയിട്ടുണ്ട്. തങ്ങളപാറയുടെയൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വളവ് വളഞ്ഞ് കയറി വരുമ്പോൾ നേരെ അകത്തോട്ട് പോകുന്നതാണ് തങ്ങളപാറയ്ക്കുള്ള വഴി. അത് ഞാൻ കാണിച്ച് ഇത് വീഡിയോ എടുത്തോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എടുത്തായിരുന്നു, പക്ഷേ കട്ട് ചെയ്ത് പോയി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഏതായാലും എടുത്തില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നമുക്ക് വഴിയൊന്നും അങ്ങനെ ഷൂട്ട് ചെയ്ത് കാണിക്കേണ്ട കാര്യം. നമ്മൾ ട്രാവൽ വ്ളോഗ് അല്ലല്ലോ, ജസ്റ്റ് വീഡിയോ അതായത് നമ്മൾ പ്ലേസിൻ്റെ വ്ളോഗ് ഇടുന്നുള്ളൂ. ട്രാവൽ വ്ളോഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ സ്പേസ്, അതല്ലെങ്കിൽ നമുക്ക് ടൈം പോകും. ഇപ്പം നിങ്ങളുടെ തന്നെ ടൈം നിങ്ങൾക്ക് തന്നെ അത് കണ്ട് മടുപ്പ് വരും. ഇതൊക്കെ ആകുമ്പോൾ പിന്നെ കണ്ടിരിക്കാനുള്ള കാഴ്ചകളുള്ളതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കോർത്തിണക്കിയിട്ട്. ഇതാണ് ഈ കാണുന്നതാണ് ഗായ്സ് നമ്മുടെ മുട്ടക്കുന്നും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെ ഇനി ഫ്രണ്ടിലോട്ട് പോകാൻ നേരത്ത് മുട്ടക്കുന്നുകളും അങ്ങനെയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നല്ല രീതിയിൽ അതായത് പച്ച പുതപ്പണിഞ്ഞ് കിടക്കുന്ന മലകളും കാടുകളും അതുപോലെ തന്നെ ബാക്കി പരിസര പ്രദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും നല്ല രീതിയിലുള്ളൊരു സ്ഥലം ഇവിടെ ഇട്ടിട്ട് നമ്മളത് ആരും കാണാതിരിക്കരുത് ഗായ്സ്. കാരണം ഇത് നമ്മളവിടെ ഇത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ട് നമുക്ക് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം കോട്ടയത്തൊന്നേ ഉള്ളത് വാഗമണ്ണാണ്. കാരണം നമുക്ക് അധികം പൈസ മുടക്ക് വരുന്നില്ല. നമുക്ക് പോയി കാണാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ്. നമുക്ക് പോയി അവിടെ ഒരു ദിവസത്തെ പരിപാടിയാണ്. പോയി കണ്ടിട്ട് തിരിച്ചു വരാം. അവിടെ അങ്ങോട്ടാണെങ്കിൽ ബസ്സുണ്ട്, KSRTCക്ക് വേണേൽ പോവാം. അതുപോലെ തന്നെ വണ്ടിക്ക് പോകണമെങ്കിൽ വണ്ടിക്ക് പോകാം. അങ്ങനെ ഒന്നും റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവിടെ കയറി പൈൻ ഫോറസ്റ്റിൽ കയറാൻ നേരത്ത് പൈസ കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ബാക്കിയുള്ള 2-3 സ്ഥലത്ത് കയറാൻ നേരത്ത് പൈസ കൊടുക്കേണ്ടി വരും. ബാക്കിയുള്ളതൊന്നും പെയ്ഡല്ല. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ നമ്മളിത് അങ്ങനെ മുട്ടക്കുന്നിൻ്റെ ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് ഗായ്സ്. ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ മുട്ടക്കുന്ന്. പക്ഷേ ഈ മുട്ടക്കുന്നൊക്കെ കയറണമെങ്കിൽ അതിനും പേയ്മെൻ്റ് ഉള്ളതാണ്. മുട്ടക്കുന്ന് ഓരോരോ ഹോട്ടലുകാരുടെയൊക്കെ സെറ്റിലാണ് അവർ മുട്ടക്കുന്ന് സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പം അവർക്കൊക്കെ അതിൻ്റെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ടൂറിസത്തിൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഉള്ളതാണ്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി കണ്ടുമൊക്കെ പോവുക. അല്ലാതെ ഇപ്പോൾ എല്ലാം ഫ്രീ അല്ല. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രമേ ഫ്രീ ഉള്ളൂ. പിന്നെ
നമുക്ക് വൈഡ് സൈഡിൽ നിന്ന് കാണുന്നതിനൊന്നും കുഴപ്പമില്ല. അങ്ങോട്ട് കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ അതിന് പെയ്ഡാണ്. അപ്പം അതൊക്കെ നോക്കി കണ്ടുമൊക്കെ ചെയ്യുക. അങ്ങനെ നമ്മൾ ഏകദേശം കയറി മുകളിലെത്താറായിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ മുകളിലെത്തിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ജലദോഷം പിടിച്ചു. അതുകൊണ്ടൊക്കെയാണ് സൗണ്ട് കുറച്ച് വ്യത്യാസവും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ മലകളും കാര്യങ്ങളൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നിൽക്കുന്നതിനും വീഡിയോ എടുക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മുട്ടക്കുന്ന് അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ പാരാഗ്ലൈഡിങ് ഉണ്ട്. പാരാഗ്ലൈഡിങ് ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പാരാഗ്ലൈഡിങ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് മറ്റേ റോപ്പ് അങ്ങനെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യുന്നവരാണ് അതിനൊക്കെ പൈസ വേറെ സെപ്പറേറ്റ് കൊടുക്കേണ്ടതാണ്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. അങ്ങനെയുള്ള അഡ്വഞ്ചറൈസ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ പച്ച പട്ട് വിരിച്ച് കിടക്കുന്ന സുന്ദരി. അതാണ് വാഗമൺ. കാരണം നിങ്ങൾക്കിപ്പോൾ വീഡിയോയിൽ തന്നെ എന്തോരം ക്ലിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ എടുത്തപ്പോൾ നല്ല ക്ലിയർ ഉണ്ടായിരുന്നു. ഞാൻ എഡിറ്റ് ചെയ്തപ്പോഴും ക്ലിയർ ഉണ്ട്. കാരണം നിങ്ങൾക്ക് എന്തോരം അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ പറയാം, ഇത് ഇത്രയും നല്ല രീതിയിൽ ഞാൻ ഇതുവരെ ഒരു സ്ഥലം ഇങ്ങനെ വൃത്തിക്ക് ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമായിപ്പോയി. സത്യമായിട്ടും എനിക്കിത് പേഴ്സണലായിട്ട് തന്നെ ഇഷ്ടമായിപ്പോയി. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാർട്ട് ഫസ്റ്റ് വാഗമൺ വ്ളോഗിൻ്റെ ഉള്ളത്. അപ്പോൾ അടുത്ത ദിവസം ഇതിൻ്റെ പാർട്ട് 2 വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കൂട്ടിട്ട് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക. അപ്പോൾ ഇതിൽ നല്ലൊരു അടിപൊളി പുതുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.